പ്രിയ ശ്രോതാക്കളെ, ദ സ്റ്റോറി ഓഫ് ദി സയൻസിൻ്റെ 285 അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ ജാനുയേരിയസിന് ശേഷം ഈ ആഴ്ച വിശുദ്ധ യൂസ്റ്റാച്ചിയൂസും സഹവിശുദ്ധരെയും കുറിച്ചാണ്. ഗ്രീക്കുകാർ യൂസ്റ്റാസ്റ്റിയൂസ് എന്ന് വിളിക്കുന്ന വിശുദ്ധ യൂസ്റ്റാച്ചിയൂസിൻ്റെ ആദ്യകാല നാമം പ്ലാസിഡൂസ് എന്നായിരുന്നു. അഡ്രിയാൻ ചക്രവർത്തിയുടെ ഭരണത്തിൽ കീഴിൽ റോമിൽ വെച്ച് രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധൻ ഒരു കുലീന കുടുംബത്തിലെ അംഗമായിരുന്നു. ജ്ഞാനസ്നാനത്തിന് മുൻപ് വിശുദ്ധന്റെ ഭാര്യയായിരുന്ന തിയോപിസ്റ്റായും അഗാപിയൂസ് തിയോപിസ്റ്റസ് എന്നു പേരായ 2 ആൺമക്കൾക്കുമൊപ്പമാണ് വിശുദ്ധൻ രക്തസാക്ഷിത്വം വരിച്ചത്. തങ്ങളുടെ സത്യവിശ്വാസത്തിലേക്കുള്ള മതപരിവർത്തനത്തിന് ശേഷമാണ് അവർ ഈ ഗ്രീക്ക് നാമങ്ങൾ സ്വീകരിച്ചത്. അഗാധമായ കരുണയുള്ളവനായിരുന്നു വിശുദ്ധൻ. തന്റെ വിശ്വാസത്തിനു വേണ്ടി ജീവൻ വെടിയുന്നതിന് മുൻപ് തന്റെ വലിയ സ്വത്തുക്കളുടെ ഭൂരിഭാഗവും പാവങ്ങൾക്കായി വീതിച്ചു നൽകി. വിശുദ്ധന്റെ ആദരണാർത്ഥം റോമിൽ പുരാതനമായൊരു ദേവാലയം നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. 12-ാം നൂറ്റാണ്ട് വരെ വിശുദ്ധന്റെ ഭൗതിക ശരീരം ആ ദേവാലയത്തിൽ സൂക്ഷിക്കപ്പെട്ടിരുന്നു. പിന്നീട് പാരീസിന് സമീപമുള്ള വിശുദ്ധ ഡെനീസിന്റെ ദേവാലയത്തിലേക്ക് മാറ്റി. 1567 ആ ദേവാലയം ഹ്യൂഗനോട്ടുകളാൽ കൊള്ളയടിക്കപ്പെടുകയും വിശുദ്ധന്റെ എല്ലുകൾ ഭാഗികമായി കത്തി നശിക്കപ്പെടുകയും ചെയ്തു. പക്ഷേ പാരീസിൽ വിശുദ്ധ യൂസ്റ്റാച്ചിയൂസിന്റെ നാമധേയത്തിലുള്ള ദേവാലയത്തിൽ അതിന്റെ ഒരു ഭാഗം ഇപ്പോഴുമുണ്ട്. സഹനങ്ങൾക്കും പീഡനങ്ങൾക്കും മരണത്തിനും മേലെ നന്മയുടെയും ആർജവത്തിന്റെയും വിജയത്തിന്റെ ഉദാഹരണമാണ് വിശുദ്ധന്റെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നത്. ചക്രവർത്തിമാരുടെ ഭീഷണിക്ക് വശംവദനാകാതെ തന്റെ സ്വത്തിനെയും സുഹൃത്തുക്കളെയും രാജ്യത്തെയും ജീവനെയും വകവയ്ക്കാതെ നീതിയുടെയും സത്യത്തിന്റെയും വിശ്വാസത്തിന്റേതുമായ മാർഗം മുറുകെ പിടിച്ച മഹാന്മാരായിരുന്നു വിശുദ്ധരായ രക്തസാക്ഷികൾ. പരിശുദ്ധ സഹായകരിൽ ഒരാളായിട്ടാണ് തിരുസഭ വിശുദ്ധ യൂസ്റ്റാച്ചിയൂസിനെ പരിഗണിച്ചു വരുന്നത്. വിഷമകരമായ സാഹചര്യങ്ങളിൽ വിശുദ്ധന്റെ നാമം വിളിച്ചപേക്ഷിക്കപ്പെട്ടിരുന്നു. മാഡ്രിഡ് നഗരത്തിന്റെ മധ്യസ്ഥനെന്നാണ് വിശുദ്ധ യൂസ്റ്റാച്ചിയൂസ് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ ചിന്താവിഷയം എന്താണെന്ന് ശ്രദ്ധിക്കാം. സന്തോഷത്തോടെ ജീവിക്കുക എന്നതുകൊണ്ട് അവർക്ക് പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവില്ല എന്നർത്ഥമില്ല. പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ അവർക്ക് നന്നായി അറിയാം എന്നതാണ് അവർക്കുള്ള ഗുണം. ഏവർക്കും നന്ദി.